ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കുന്ന സൂചനകൾ RJD പങ്കുവയ്ക്കുമ്പോൾ ഇതൊരു സമ്മർദ്ദതന്ത്രം മാത്രമാണോ? അതിനപ്പുറം പുതിയ രാഷ്ട്രീയ നീക്കത്തിനാണോ RJD ഒരുങ്ങുന്നത്? UDF-ൽ നിന്നും ക്ഷണമുണ്ട് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നു. ഇതിനേക്കാൾ പരിഗണന തങ്ങൾക്ക് UDF-ൽ ലഭിച്ചിരുന്ന കാര്യം കൂടി അവർ പറയുന്നു. വീണ്ടും ഒരു നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ എന്താണ് ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചന? നമുക്ക് വിശദമായി പരിശോധിക്കാം. VV അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, ശ്രേയംസ് കുമാർ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ്, ശക്തമായ പ്രതിഷേധവും സാഹചര്യങ്ങളും പറയുകയാണ്. RJD നടത്തുന്നത് ഒരു സമ്മർദ്ദ തന്ത്രമാണോ? അതിനപ്പുറം ഇവർ മുന്നണി ബന്ധം, ഇടതുബന്ധം ഉപേക്ഷിക്കുമോ? കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ RJD പ്രതിയെ പങ്കെടുത്ത വർഗീസ് ജോർജ് പറഞ്ഞ തുടർച്ചയാണെന്ന് പുറത്ത് പാർട്ടിയുടെ അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറയുന്നത്. വലിയ അതൃപ്തിയിലാണ് RJD എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലേക്ക് രണ്ട് മന്ത്രിമാർ മാറി, അതായത് അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു മാറി, പകരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളി വന്നപ്പോൾ തന്നെ വലിയ അതൃപ്തിയും തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം അതിശക്തമായി തന്നെ RJD മുന്നോട്ട് വച്ചിരുന്നു. അന്നത് CP നേതൃത്വം പരിഗണിച്ചതുപോലുമില്ല. കാരണം നിയമസഭയിൽ ഒരു MLA എങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകി, അത് ടേം വ്യവസ്ഥയിൽ ആണെങ്കിൽ പോലും നൽകിയിട്ടുണ്ട്. പക്ഷേ RJDക്ക് അന്ന് അവർ ആവശ്യപ്പെട്ട് നൽകിയില്ലെന്ന പരാതി അവർ പ്രധാനമായി മുന്നോട്ട് വെച്ചു. CP നേതൃത്വം പറഞ്ഞത് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ RJD നേതൃത്വം ശക്തമായി തന്നെ, അന്ന് ഒരു ലോക്താന്ത്രിക് ജനതാദൾ എന്ന പേരിലാണ് മുന്നണിയിൽ ഉണ്ടായിരുന്നത്, ശക്തമായി അവർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നില്ല. KP മോഹനൻ മന്ത്രിയാകാതിരിക്കാൻ MV ശ്രേയംസ് കുമാർ നടത്തിയ നീക്കമായി അതിൽ പാർട്ടിക്കുള്ളിലും ഉള്ള ആളുകളും വിമർശിച്ചിരുന്നു. എന്നാലും പക്ഷെ ഇപ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം ആവശ്യമാണ്. രാജ്യസഭാ സീറ്റ് നിർണ്ണയത്തിനും അവരെ പരിഗണിച്ചില്ല എന്ന വലിയ പരാതിയുണ്ട്. പൊട്ടിത്തെറിച്ചാണ് കഴിഞ്ഞ LDF യോഗത്തിൽ വർഗീസ് ജോർജ് സംസാരിച്ചത്. നിരന്തരം അവഗണനയുണ്ടാകുന്നു, എല്ലാ സീറ്റും ഒഴിവരുമ്പോൾ CPIക്ക് മാത്രം നൽകുന്നു. MV ശ്രേയംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞ് അന്ന് ഒഴിവ് വന്നപ്പോഴും അത് CPIക്ക് നൽകി, ഇപ്പോൾ വീണ്ടും CPIക്ക് നൽകുന്നു. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിനും നൽകാൻ CPM തീരുമാനമെടുക്കുന്നു. എന്തുകൊണ്ട് RJDയെ മാത്രം അവഗണിക്കുന്നു? മന്ത്രിസ്ഥാനം വന്നപ്പോഴും തങ്ങളെ അവഗണിച്ചു, അതിനുശേഷം ഇപ്പോൾ രാജ്യസഭാ സീറ്റ് സ്ഥാനത്ത് വരുമ്പോഴും തങ്ങളെ അവഗണിക്കുന്നു. CPIക്ക് അമിത പ്രാധാന്യം നൽകുന്നു. നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. കൃത്യമായി മുന്നണിയിൽ ഇത്ര പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് JDS-ഉം CPM-ഉം CPI-യും മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ, RSPയും ഒക്കെ ഭാഗമായിരിക്കുമ്പോൾ ആ സമയത്ത് പോലും പലപ്പോഴും എല്ലാവർക്കും കൃത്യമായ റൊട്ടേഷനിൽ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതുണ്ടാകുന്നില്ല. CPIക്ക് അമിത പ്രാധാന്യം നൽകുന്നു. കേരള കോൺഗ്രസ് അടുത്തിടെ മുന്നിൽ വന്ന കേരള കോൺഗ്രസ് എമ്മിന് പോലും വലിയ പരിഗണന CPI നൽകുമ്പോൾ എന്തുകൊണ്ട് തങ്ങളെ ഒഴിവാക്കുന്നു? നേരത്തെ ഉള്ളതുപോലെ റൊട്ടേഷൻ വ്യവസ്ഥയിലേക്ക് മാറണമെന്നൊരു നിബന്ധന കഴിഞ്ഞ LDF യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഗുണം ഒരുപക്ഷെ ഭാവിയിൽ എല്ലാവർക്കും ലഭിക്കും. NCP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ആരും മുന്നണി യോഗത്തിൽ കാര്യമായ വിമർശനം CP നേതൃത്വത്തിൽ ഉന്നയിക്കുന്നില്ല. RJD മാത്രമാണ് എപ്പോഴും വിമർശനം ഉന്നയിക്കുക. അതുകൊണ്ടാണോ തങ്ങളെ അവഗണിക്കുന്നതെന്ന ചോദ്യവും RJD നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ മുന്നണി വിട്ടു പോകാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇപ്പോൾ നീക്കങ്ങളെ കാണാൻ കഴിയില്ല. പകരം തീർച്ചയായും സമ്മർദ്ദതന്ത്രം തന്നെയാണ്. വീണ്ടും ഒരു മന്ത്രിസഭയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു സൂചനകൾ പുറത്തുവരുന്നുണ്ട്. K രാധാകൃഷ്ണന് പകരം ഒരു മന്ത്രി എന്തായാലും വരും. അപ്പോൾ വകുപ്പുകളിൽ മാറ്റമുണ്ടാകാം. പാർലമെന്ററി കാര്യം, ദേവസ്വം വകുപ്പുകളുടെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളുടെ മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് വകുപ്പുകളും പുതിയ മന്ത്രി OR കേളുവിന്റെ പേരാണ് ഇപ്പോൾ പരിഗണനയുള്ളത്. OR കേളു നൽകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ വകുപ്പുകളിലടക്കം മാറ്റമുണ്ടാകും. അതൊരു പക്ഷേ ഒരു റീഷഫിളിലേക്ക്, എല്ലാ മന്ത്രിമാരും മാറില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട മന്ത്രിമാരും വകുപ്പുകളും മാറി റീഷഫിളിലേക്ക് പോകാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന സാധ്യതയാകാം RJD പരിശോധിക്കുന്നതാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായ സമ്മർദ്ദതന്ത്രമാണ്. ഇന്ന് ശ്രേയാംസ് കുമാറിന്റെ വാക്കുകളിലും 2 വർഷത്തേക്കെങ്കിലും മന്ത്രിസ്ഥാനം തന്നേ മതിയാകൂ എന്ന് പറയുമ്പോൾ അതുകൂടി ലക്ഷ്യമിടുന്നു എന്ന് സംശയിക്കണം. ഉടനൊരു മുന്നണി മാറ്റത്തിന് RJD തയ്യാറാണ് എന്ന തരത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, വിലയിരുത്താൻ കഴിയില്ല. പകരം ഒരു മന്ത്രിസ്ഥാനമെങ്കിലും, രാജ്യസഭാ സീറ്റ് എന്തായാലും ഇനി ഉടനൊന്നും ഉണ്ടാകാൻ 2027 മാത്രമേ ഒഴിവരുന്നുള്ളൂ. അപ്പോൾ മാത്രമേ അത്തരം ചർച്ചകളിലേക്ക് പോലും പോകാൻ കഴിയൂ. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം ലക്ഷ്യമുള്ള നീക്കമാണോ ഇതെന്ന സംശയമാണ് പൊതുവിൽ CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും RJDക്ക് വലിയ അതൃപ്തിയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. മുന്നണിയിൽ നേരത്തെ പോലെ എല്ലാ കാര്യങ്ങൾ, എല്ലാ പാർട്ടികളും പരസ്പരം സഹകരിച്ചും പരസ്പരം പുകഴ്ത്തിയും മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുമുന്നണിയല്ല ഇത്. അത്തരത്തിൽ ഇപ്പോൾ ഇന്ന് ശ്രേയാംസ് കുമാർ പറയുന്നതിൽ പോലും NCPക്കെതിരെയൊക്കെ വിമർശനമുണ്ട്. JDS-എതിരെയൊക്കെ വിമർശനമുണ്ട്. കേന്ദ്രത്തിൽ ഒരു കക്ഷിയുടെ ഭാഗവും സംസ്ഥാനത്ത് CPM-ന്റെ ഭാഗവുമായിരിക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണിക്കുള്ളിലും പാർട്ടികൾ തമ്മിലും ചില തർക്കങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടെയാണ് CPM നേതൃത്വം കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ RJDയുടെ നീക്കം ഒരു സമ്മർദ്ദതന്ത്രമായി മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഇടതു നേതൃത്വം വിലയിരുത്തുന്നത്. VV അരുൺ ആണ്. അരുണെ ഒന്ന് തുടരുക. MS അനീഷ് കുമാർ കൂടിയുണ്ട്. അനീഷ്,
ശ്രേയംസ് കുമാർ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം അതൊരു പക്ഷേ അവശേഷിക്കുന്ന 2 വർഷമെങ്കിലും ഒരു മന്ത്രിസ്ഥാനമായിരിക്കാം, അതല്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടാവാം. അതൊരു പുതിയ സാധ്യതയാണ്. അതിനുമപ്പുറം തങ്ങളുടെ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ മുന്നണിയിൽ ഈ രീതിയിൽ തുടരാൻ പറ്റില്ല എന്ന് ശ്രേയംസ് കുമാർ പറയുമ്പോൾ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ, പ്രത്യേകിച്ച് RJDയുടെ ഒരു ശക്തി മേഖലയെന്ന് അറിയപ്പെടുന്ന വടകര, കോഴിക്കോട് മേഖലകളിലെ ഒരു പൊതുതരംഗം, പൊതുസാധ്യത എന്താണ്? പ്രവർത്തകർക്കിടയിൽ വലിയ വിമർശനമുണ്ടോ ഈ RJDക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ? തീർച്ചയായും സഹിത്ത് പാർട്ടിക്കുള്ളിൽ വലിയ കലാപം തന്നെ നടക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. കാരണം സ്ഥാനമാനങ്ങളില്ല, മന്ത്രിസ്ഥാനമില്ല, രാജ്യസഭാ സീറ്റില്ല. അതായത് RJD കഴിഞ്ഞ ഏതാനും നാളുകളായി പറയുന്ന ഒരു കാര്യങ്ങളും മുന്നണി പരിഹരിക്കുന്നില്ല എന്നതാണ് ഏറെ യാഥാർത്ഥ്യം. CPM നേതൃത്വം ആദ്യഘട്ടത്തിൽ മുന്നണിയിലേക്ക് എത്തിയ സമയത്ത് പല ഉറപ്പുകളും നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പുകളിൽ നിന്നും മെല്ലെ മെല്ലെ പിന്നോട്ട് നീങ്ങുകയും ഒരു ഉഭയകക്ഷി ചർച്ച വിളിച്ച് പോലും പാർട്ടിയോട് ഈ മുന്നണിയിലെ കാര്യങ്ങൾ സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഈ കേരള കോൺഗ്രസിന് സീറ്റ് നൽകാനൊക്കെ തീരുമാനമാകുമ്പോൾ പോലും ഒരു തരത്തിലുമുള്ള ഉഭയകക്ഷി ചർച്ച ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ ആൾക്കാരായാണ് മുന്നണിയിൽ, അതായത് 11ാമത്തെ കക്ഷിയായാണ് മുന്നണിയിൽ പോലും പരിഗണിക്കുന്നത് എന്നതാണ് ഏറ്റവും വിഷമകരമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലൊരു വിഷമസന്ധിയിൽ ഇത്തരത്തിൽ പൂർണ്ണമായൊരു അവഗണന സഹിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ജനതാദൾ എസ് കേന്ദ്രത്തിൽ ഒരു കക്ഷിയുടെ NDAയുടെ ഭാഗമായി ഭരിക്കുമ്പോൾ അവർ തന്നെ കേരളത്തിലും ഒരു ഇടത് സർക്കാരിനൊപ്പം മന്ത്രിസഭയിൽ അംഗമായി അവരും നിൽക്കുന്നു. അത്തരത്തിൽ ഒരു 2 വള്ളത്തിലും കാല് ചവിട്ടിയുള്ള ഒരു പാർട്ടിയുടെ പ്രാധാന്യം പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യത്തെ 2 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം നൽകാമെന്നുള്ള ഉറപ്പ് CPMന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതാണ്. എന്നാൽ അതേക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും രാജ്യസഭാ സീറ്റിന്റെ കാര്യം കഴിഞ്ഞിരിക്കുന്നു. കാരണം ജനതാദൾ RJDയുടെ സീറ്റാണ് നേരത്തെ ഉണ്ടായിരുന്നത് CPI ഏറ്റെടുത്തത്. അതിനുശേഷം CPM തങ്ങളുടെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുമ്പോഴും CPI ആ സൗമനസ്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ മര്യാദ കാണിക്കുന്നില്ല എന്ന പരാതി. അതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അനീഷും ഒപ്പം അരുണും ഒന്ന് തുടരുക. ശ്രേയംസ് കുമാർ എന്തായാലും കടുത്ത നിലപാടുകളാണ് ഇന്ന് സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വേഗം ഒരിക്കൽ. അത് 2024 വന്നപ്പം മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി CPM വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേട്ടത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി കെട്ടുറപ്പുണ്ടാകുന്നത് എങ്ങനെ പറയാൻ സാധിക്കുക? മറ്റുള്ള ഘടകകക്ഷികളും ഈ LDFലെ കക്ഷികളല്ലേ. 4ാമത്തെ കക്ഷിയാണ് RJD. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ കക്ഷിയാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കെ ഇത്തവണ വന്നപ്പോൾ CPM അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് CPI അതിന് തയ്യാറായി. ഞങ്ങളുടെ സീറ്റാണ് 2022 CPI എടുത്തത്. 2024 ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു. ഇപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കക്ഷിക്ക് സീറ്റ് കിട്ടുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല പറഞ്ഞു, പരിഗണന ഇല്ലാത്തതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉഭയകക്ഷി ചർച്ചയിൽ അന്ന് CPM സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ഞങ്ങളത് സംസാരിച്ചത്. അന്ന് ഞങ്ങളോട് പറഞ്ഞു 2019 നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കുന്നതാണ്. ഇത്തവണ ഒരു ഉഭയകക്ഷി ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ LDFൽ പ്രഖ്യാപിക്കുകയുണ്ടായത് 15-4 എന്നുള്ള ആ ഫോർമുല. അതിലും ഞങ്ങൾ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ LDFന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. LDFിലെ ഒരു നേതാക്കൾക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല, എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയ വിവരം. ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ ഈ അമർഷമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ വളരെ ത്യാഗം സഹിച്ചിട്ടാണ്, അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവനായിട്ട് നടത്തിയത്. കുമാറിന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും കടുത്ത നിലപാടുകളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായി ഒന്ന്, ഇനി അവശേഷിക്കുന്ന 2 വർഷം ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യത ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്നു എന്നത് RJD മുന്നിൽ കാണുന്നുണ്ടാവാം. അതിനപ്പുറം
RJDയെ പരിഹരിക്കുക, അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നൊരു നിലപാടിലേക്ക് CPM നേതൃത്വം വരുന്നുണ്ടോ? അത്തരം നിലപാടെടുക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിക്ക് ആകെ തന്നെ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ചെറുതെങ്കിലും ഒരു ഘടകകക്ഷിയെ പിണക്കാൻ CPM തയ്യാറാകുമോ? അരുൺ, അതുതന്നെയാണ് ആദ്യയുടെ ഏക പ്രതീക്ഷ. കാരണം സാധാരണഗതിയിൽ ഇടതുമുന്നണി യോഗങ്ങളിൽ ആദ്യം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുന്നണി കൺവീനറോ ഒരു തീരുമാനം അറിയിക്കും. ഇങ്ങനെയാണ് രാജ്യസഭാ സീറ്റായാലും മറ്റെന്തെങ്കിലും പ്രതിഷേധ സമരങ്ങളുടെ കാര്യമൊക്കെ ആയാലും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അത് മറ്റുള്ളവരോട് ഒരു CPM സെക്രട്ടറി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നണി യോഗങ്ങളിലെ പതിവ് രീതി. പക്ഷേ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലുണ്ടായത് ആദ്യം തന്നെ ഘടകകക്ഷികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ CPM നേതൃത്വം കേൾക്കുകയായിരുന്നു, മുന്നണി നേതൃത്വം കേൾക്കുകയായിരുന്നു. RJDയും NCPയും JDSും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും എല്ലാ CPM എല്ലാം തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഒരു തീരുമാനം മുൻ നേതൃത്വം പറയുകയായിരുന്നു. മാത്രമല്ല അന്ന് ഈ വർഗീസ് ജോർജ് യോഗത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ മുന്നണി നേതൃത്വം വിമർശിച്ച് സംസാരിക്കുമ്പോൾ തങ്ങളെ നിരന്തരം അവഗണിക്കുമെന്ന് പറയുമ്പോഴും അത് കേട്ടിരുന്ന മുഖ്യമന്ത്രി വളരെ സംയമനത്തോടുകൂടി അവരുടെ വാദം ശരിയാണ്, RJD പറയുന്നതിൽ ശരിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. റൊട്ടേഷൻ ആയിരുന്നു ഇടതുമുന്നണി നേരത്തെ ഉണ്ടായിരുന്നത്. എല്ലാ പാർട്ടികൾക്കും അത്തരത്തിൽ നേരത്തെ കേരള കോൺഗ്രസിന് പോലും കോൺഗ്രസ് എസിന് പോലും ഒരു ഘട്ടത്തിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു. അന്ന് പിന്നെ ആ സമയത്ത് ഭരണം നഷ്ടമായതുകൊണ്ട് അവസരം അവർക്ക് ഒഴിവായി പോയതാണ്. ആ രീതി ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇവർ പറഞ്ഞ കാര്യം അനുഭാവപൂർണ്ണമായി കേട്ടു. അതൊരു മാറ്റമായി നേതൃത്വം കാണുന്നു. എങ്കിലും അങ്ങനെ ആ യോഗത്തിലെ തീരുമാനം മാത്രം വിശ്വസിച്ചിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കുറച്ചുകൂടി സമ്മർദ്ദം നീക്കാൻ സാധാരണ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ പുറത്തിറങ്ങി ഈ രീതിയിൽ വലിയ വിമർശനം മുന്നണി നേതൃത്വത്തിന് ഉന്നയിക്കുന്നതും സാധാരണമല്ല. പലപ്പോഴും UDF രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ LDF, പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഇപ്പോഴത്തെ ഒരു സംഘടനാ രീതിയിലൊക്കെ ഇടതുമുന്നണി മാറിയ ശേഷം അത്തരം വിമർശനങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പരസ്യ വിമർശനത്തിന് RJD നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തൃശൂർ ജില്ലാ നേതൃയോഗത്തിലും വർഗീസ് ജോർജ് തമിഴ്നാട്ടിലെ സ്റ്റാലിനെ കണ്ട് പഠിക്കണം, DMK കണ്ട് പഠിക്കണം, ഇവിടുത്തെ CPM എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് പോകുന്നത് തന്നെ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അടുത്തിടെ ഉണ്ടാകാത്ത കാര്യം ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് അത്തരമൊരു നീക്കം കുറച്ചുകൂടി പരസ്യമായി മുന്നണിക്കുള്ളിൽ അപ്പുറത്തേക്ക് പരസ്യമായി കാര്യങ്ങൾ പറയുക, തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടു, അവർക്ക് മുന്നിൽ വച്ചു എന്ന് അണികളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നീ ശ്രമങ്ങളും RJD നടത്തും. അതിന്റെ ഭാഗമായി കൂടി വേണം ഇന്ന് ശ്രേയാംസ് കുമാറിന്റെ ഈ നീക്കത്തെ കാണാൻ. സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനം അവർ പ്രതീക്ഷിക്കുന്നു. 2 വർഷം ഇനിയും സർക്കാരിന് കാലാവധിയുണ്ട്. ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് അഴിച്ചുകൊണ്ടിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വരുമ്പോൾ തങ്ങളെ കൂടി പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു സമ്മർദ്ദ നീക്കമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മുന്നണിക്കുള്ളിൽ ഒന്നും പറയാത്ത പാർട്ടികളാണ് ഇടതുമുന്നണിയുള്ളതെന്ന പൊതുവിമർശനമുണ്ട്. CPM പറഞ്ഞെല്ലാം കേട്ട് പുറത്തിറങ്ങി വരുന്നവരാണെന്നൊരു വിമർശനമുണ്ട്. അങ്ങനെയല്ല, തങ്ങൾക്ക് മുന്നണിയിൽ പറയേണ്ട കാര്യങ്ങൾ മുന്നണിക്കുള്ളിലും പുറത്തും പറയാൻ കൽപ്പുള്ളവരാണെന്ന് വരുത്തി തീർക്കാൻ കൂടി നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഇന്ന് ശ്രേയാംസ് കുമാറിന്റെ വാക്കുകൾ. സ്വാഭാവികമായും മന്ത്രിസഭയിൽ ഇത്തരം ഒരു അഴിച്ചുപണിയോ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ അവിടെ തങ്ങൾക്ക് കൂടി ഒരു ബർത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷ കൂടി ഇപ്പോൾ RJDക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിൽ എല്ലാ ഘടകകക്ഷികളോടും വളരെ വിശാലമായ സമീപനമാണ് CPM സ്വീകരിച്ചത്? എല്ലാവർക്കും മന്ത്രിസ്ഥാനം. അന്ന് എന്തുകൊണ്ട് ഇത് ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യം ഇപ്പോഴും CPM നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അന്ന് RJDക്കുള്ളിലെ അന്ന് ലോക് താന്ത്രിക് ജനതാദളായിരുന്നു, സംഘടനാ പ്രശ്നങ്ങളാണ്. KP മോഹനാണ് ഏക MLA. KP മോഹൻ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന തടയാനുള്ള MP ശ്യാംസ് കുമാർ നീക്കമായാണ്. അരുണെന്ന് തുടരുക. IC ബാലകൃഷ്ണൻ MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ IC ബാലകൃഷ്ണൻ, താങ്കളുടെ ജില്ല അടങ്ങിയ മേഖലകളിൽ RJDക്ക് ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്കുള്ള സ്വാധീനം ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. എന്തായാലും അവർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. നിങ്ങൾക്കൊപ്പം ഘടകകക്ഷിയായി പ്രവർത്തിച്ച പാർട്ടിയാണ്. ഇടതുമുന്നണിയിൽ പരിഗണനയില്ലെന്ന് പറയുമ്പോൾ UDFിൽ ഒപ്പം ചേരാനുള്ള രാഷ്ട്രീയ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തുമോ? ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് തുടക്കം കുറിച്ചതും എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയാ. നമുക്കറിയാലോ, ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി കഴിഞ്ഞ 2011 മുതൽ UDFിന്റെ കൂടെയായിരുന്നു. UDFിന്റെ കൂടെയായിരിക്കുന്ന ഘട്ടത്തില് 2 MLAമാരുള്ള ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തിപ്പോകുന്ന സാഹചര്യമാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും എടുത്ത നിലപാടുകൾ. മാത്രമല്ല, പൊതുകാര്യങ്ങളിലും ഒരു നല്ല നിലപാടുകളാണെന്ന് പാർട്ടി സ്വീകരിച്ചെന്നും മുന്നണി സ്വീകരിച്ചെന്നും അവർക്ക് ബോധ്യമുള്ളതാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് അവര് ഇടതുപക്ഷത്തിലോട്ട് പോയി. ഇടതുപക്ഷത്തിന്റെ അവഗണന ഇന്നല്ലല്ലോ അദ്ദേഹം മനസ്സിലാക്കിയത്. കുറെ കാലങ്ങളായിട്ടുള്ള ഒരു അവഗണനയാണ്. അദ്ദേഹത്തിന്റെ പിതാവുള്ള സമയത്തും ഒക്കെ ഉള്ള ഒരു അവഗണനയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്.
എന്തായാലും അദ്ദേഹം പറഞ്ഞ ന്യായമാണ്. കാരണം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കുക എന്നുള്ളൊരു നിലപാടാണ് CPM-നും ഇടതുപക്ഷത്തിനുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ എടുക്കുന്ന നിലപാടുകൾ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ഒരുമിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രേയസ് കുമാർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാസം കൊണ്ടായിരിക്കാം. ഒരു മുന്നണി സംവിധാന ഭാഗമായി LDF നിൽക്കുമ്പോൾ അവരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യേണ്ടതും ഭരിക്കുന്ന ഗവൺമെന്റാ. ആ ഗവൺമെന്റിന് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു. ഹലോ. പക്ഷേ ഈ രാഷ്ട്രീയ സാധ്യത നിങ്ങൾ ഉപയോഗപ്പെടുത്തുവോ? എന്തുകൊണ്ട് ശ്രേയസ് കുമാറിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെ മുന്നണിയിലേക്ക് അങ്ങനെ ഒരു നിലപാടെടുത്താൽ സംസ്ഥാന തലത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി തീരുമാനങ്ങൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അല്ലാതെ പെട്ടെന്നല്ലല്ലോ തീരുമാനം വരേണ്ടത്. അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണി ഭാഗമായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പൊ അദ്ദേഹം തന്നെ സംഘടനാ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണല്ലോ പ്രിയപ്പെട്ട ശ്രേയസ് കുമാർ മുൻ MLA. എന്തായാലും അത്തരം സാധ്യതകളാണ്. UDF-ഉം ജാഗ്രതയോടെയാണ് നിൽക്കുന്നത്. RJD ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കുമോ എന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ ഉത്തരം നൽകേണ്ട, വരുന്ന മണിക്കൂറുകളിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി